மண்ணில் காதலன்றி யாரும் வாழ்க்கை கூடுமோ எண்ணம் கண்டு பாவையன்றி ஏழு சொர்ந்தான் பாடுமோ நாதோ பாசன చేసిన వాడను నీ వాడను ఏనైనే ధిక్కరింగ జిరహిమగిరింద సిర కందరా నీలగంధరా శుద్ధులరుగ నీరుద్రవీణ నిద్రగానమిది అవതరించర విధిధరించర ശങ്കര. ഞാൻ കാസർഗോഡ് ജില്ലയിലെ തന്നെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിൽ കോളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. ഓട്ടോ ഡ്രൈവറാണ്. എനിക്ക് SPBയുടെ പാട്ടുകൾ പണ്ടേ ചെറുപ്പത്തിലെ പാട്ടിഷ്ടമാണ്. പരിപാടികൾക്കും മത്സരങ്ങളൊക്കെ കൂടാറുണ്ട്, സമ്മാനങ്ങളും മേടിക്കാറുണ്ട്. അപ്പോൾ വളർന്നു വരുന്നതോടെ SPBയുടെ പാട്ട് തന്നെ കൂടുതൽ എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ അത് തന്നെയാണ് പാടാറ്. പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ SPB സാറിൻ്റെ പാട്ടുകൾ പാടി, അങ്ങനെ ശങ്കരാഭരണമൊക്കെ പാടി. പിന്നെ വേദികളിൽ അത് നീലേശ്വരം ഉള്ളൊരു വിനോദേട്ടൻ, ഒരു ഗിത്താറിസ്റ്റ് വിനോദേട്ടനാണ് എന്നോട് പറയുന്നത്. SPBയുടെ സൗണ്ടിനോട് ഒരു സാമ്യം വരുന്നുണ്ട്, SPBയുടെ പാട്ട് നീ സെലക്ട് ചെയ്ത് പാടണം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ട് പാടിപ്പിക്കും. SPBയുടെ പാട്ടുകൾ പഠിച്ചിട്ട് എന്നെ കൊണ്ട് പാടിപ്പിക്കും. എൻ്റെ പേര് കുട്ടപ്പൻ. 12 കൊല്ലത്തോളമായി ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഞാൻ വന്നപ്പോൾ മുതൽ അറിയുന്ന ആളാണ്, വ്യക്തിയാണ്. എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. എൻ്റെ നാട്ടുകാരനാണ്. കുന്നംകയാണ് ദേശം. SPBയുടെ സ്വരത്തിൽ പാടുന്ന അപൂർവം കലാകാരന്മാരൊരാളാണ് പുള്ളി. നല്ല രീതിയിൽ പാടുന്നുണ്ട്. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ഒത്തിരി ഭാവിയുള്ളൊരു കലാകാരനാണ്. ഓട്ടോറിക്ഷ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. എന്നാലും എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ പുള്ളിക്ക് വരാൻ സാധിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരോ വേദികളിൽ പാടി. അപ്പോൾ എൻ്റെ സുഹൃത്തായ ഓട്ടോ ഡ്രൈവറായിരുന്നു അനുരാജ് മാന്ത്രിക എന്ന് പറഞ്ഞിട്ട്, നമ്മളെ സഹപ്രവർത്തകൻ തന്നെ, അവനൊരു വീഡിയോ ചെയ്ത് ശങ്കരാഭരണം സോങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് വൈറലായി. ആ സമയത്ത് ലോക്ക്ഡൗൺ, കൊറോണ ഒക്കെ ബാധിച്ചിട്ട് എല്ലാം അടച്ചു പൂട്ടി, എല്ലാവരും വീട്ടിലായി. പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് വൈറലായി സംഭവം, ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്താണ് SPB സാർ മരിക്കുന്നതും. ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വിളിക്കുകയും അഭിനന്ദിക്കുകയും പിന്നെ ഒരുപാട് പാടാൻ അവസരങ്ങളും വേദികളൊക്കെ കിട്ടി. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പാടി. ഇപ്പോൾ വീണ്ടും സാമ്പത്തികമായിട്ടുള്ള എല്ലാവരും ഇതായതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകളൊക്കെ കുറവാണ്, ഓട്ടവും കുറവാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടിലായിട്ട് ഇങ്ങനെ പോകുന്നു, തട്ടിമുട്ടി ഇങ്ങനെ ജീവിക്കുന്നു. എൻ്റെ പേര് ഷാജി. ഈ കുളംകുളം ഓട്ടോ സ്റ്റാൻഡിൽ തന്നെ ഡ്രൈവറാണ്. ഇപ്പോൾ ഡെനീഷ് ചേട്ടനെ ചെറിയ പ്രായം, സ്കൂൾ കാലഘട്ടം മുതൽ എനിക്കറിയാം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതൽ ഓട്ടോ ഡ്രൈവറാണ്. അതുപോലെ ഒരു കൊറോണ കാലത്താണ് ഡെനീഷ് ചേട്ടൻ്റെ ഈ കഴിവ് ഇവിടെ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഒരു ഡ്രൈവറായിട്ടുണ്ടായിരുന്ന അനുരാജാണ് ഈ കഴിവ് വീഡിയോ രീതിയിൽ കൊണ്ടുവന്ന് ഇത് പുറത്തേക്ക് എത്തിച്ചത്. അതുപോലെ നല്ല രീതിയിൽ ഓടക്കുഴലും വായിക്കുന്ന ഒരാളാണ് ഡെനീഷ് ചേട്ടൻ. നാട്ടുകാർ രീതിയിൽ എല്ലാവരും നല്ല സഹകരണം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നല്ല കഴിവുള്ള ഒരാളാണ്. ഇനിയിപ്പം സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ ഡെനീഷേട്ടന് ഇനി ഒരുപാട് ഉയരത്തിലേക്ക് എത്താൻ പറ്റും. നല്ല കഴിവുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടെ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള കുറച്ച് ആൾക്കാർ ഒരു സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഡെനീഷേട്ടൻ നല്ല ഉയരത്തിലെത്തും എന്നുള്ള പ്രതീക്ഷ എല്ലാ രീതിയിലുണ്ട്. ഡെനീഷേട്ടൻ്റെ ഹിറ്റായ പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട SPBയുടെ ശബ്ദത്തിൽ പാടുന്ന ശങ്കരയാണ്. ശങ്കരാഭരണം എന്നുള്ള പാട്ടാണ് വൈറലായത്. ഈ ഒരു വീഡിയോ, അതായത് അവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പാടിയിട്ട്
എൻ്റെ വീഡിയോ എടുത്തിട്ട് സുഹൃത്ത് തന്നെ വേറെ വാട്സാപ്പ് സോഷ്യൽ മീഡിയകളിൽ ഇതിനു മുമ്പ് ഇട്ടതാണ്. పరవశాల శిరసు గంగా తలకు జారిన శివగంగా పరవశాల శిరసు గంగా తలకు జారిన శివగంగా నగాన హరిములు మురుగంగా ఆనంద విష్ణుని తడవంగా శంకరా నాద శరీర పర వేద విహార జీవేశ్వర శంకరా శంకరా శంకరా. സംഗീതം പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കാലം സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് സംഗീതം പഠിപ്പിച്ച ഗുരു ഇവിടെ കുന്നംകൈയുള്ള ഒരു ജോയ് മാഷുണ്ട്. മാഷാണ് എൻ്റെ ആദ്യമായിട്ട് സംഗീതം പഠിപ്പിച്ച ഗുരു. അപ്പോൾ മാഷെടുത്തൊരു 2 വർഷത്തിനടുത്തോളം ഞാൻ സംഗീതം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ എൻ്റെ പപ്പയ്ക്കും മമ്മിക്കൊക്കെ ഇങ്ങനെ സുഖമില്ലാതൊക്കെ ആയി. പിന്നെ അവിടുന്ന് സ്ഥലമൊക്കെ വിറ്റ് ഞങ്ങൾ മാറി ഇങ്ങോട്ട്, കുന്നംകൈ ആയിരുന്നു ഞങ്ങൾ താമസം. സ്ഥലമൊക്കെ വിറ്റ് ഇങ്ങോട്ട് മാറി വന്നു. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ കുമ്പളപ്പള്ളി ഒരു കുമാരൻ മാഷ് ഉണ്ടായിരുന്നു. പക്ഷേ മാഷെടുത്ത് കുറച്ച് കാലം പോയി. അവിടെയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിറ്റിട്ട് വീണ്ടും പരപ്പ ഭാഗത്തേക്ക് പോയി. പരപ്പ താമസമായി. പിന്നെ അവിടുന്ന് സംഗീതം പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പണികളും ഇതൊക്കെ ആയി. ITI കഴിഞ്ഞാണ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റൊക്കെ ആയി. പിന്നെ കുറച്ച് കാലം പ്രാക്ടീസ് ഓരോ ഗ്യാരേജിൽ പണിയെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഓട്ടോ ഡ്രൈവറായിട്ട് സ്റ്റാൻഡിൽ തന്നെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പരിപാടികളും ചെയ്ത് ഓട്ടോറിക്ഷ ഓടിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. SPBയുടെ പാട്ട് എനിക്ക് പണ്ടേ ഇഷ്ടം. ഞാൻ കുറേ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് വോയിസും ഭയങ്കര ഇഷ്ടമാണ്, പാട്ടുകളും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കൂടുതൽ ഏത് പാട്ട് കേട്ടാലും ഞാൻ പെട്ടെന്ന് അതിൻ്റെ ടൂണും കാര്യങ്ങളും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടും. പിന്നെ വരികൾ എഴുതി അത് പഠിച്ച് ഞാൻ അടുത്ത എവിടെയെങ്കിലും വേദികളായിട്ട് പാടാറുണ്ട്. അപ്പം SPBയുടെ ശങ്കരാഭരണം, ഓംകാരനാഥാനം, അങ്ങനെ ഹിറ്റായിട്ടുള്ള ഏകദേശം എല്ലാ പാട്ടുകളും ഞാൻ എടുത്ത് പാടിയിട്ടുണ്ട്. ഇപ്പോൾ വേദികളിൽ പാടിയിട്ടുണ്ട്. പിന്നെ ലിംഗാഷ്ടകം, ശിവാഷ്ടകം, അങ്ങനെ ശിവസ്തുതികളായിട്ട് SPBയുടെ കുറേ ഹിറ്റായ സാധനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പാടുന്നതാണ്, വേദികളിൽ പാടുന്ന ഇതാണ്. അത് എനിക്ക് താല്പര്യം. ആ വോയിസും ഭയങ്കര ഇഷ്ടമാണ്, SPBനെ ഭയങ്കര ഇഷ്ടമാണ്. നേരിൽ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അസുഖബാധിതനായിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ആദ്യം എൻ്റെ ഒരു പാട്ട് വൈറലായി പോകുന്ന സമയത്ത്. ആ സമയത്ത് ഈ ആന്ധ്ര മലയാളി അസോസിയേഷൻ്റെ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ചായിരുന്നു, കോൺടാക്ട് ചെയ്തായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ SPBനെ അടുത്തേക്ക് കൊണ്ടുവരാം, ഇവിടെ പ്രോഗ്രാം ഞങ്ങൾ സെറ്റ് ചെയ്യും. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരാണ് SPB ഗാനമേള വേദിയിൽ അവതരിപ്പിച്ച സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അതേ വേദിയിൽ പാടാൻ ഒരു അവസരം ആക്കിത്തരും ഞങ്ങളെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചായിരുന്നു അവർ, ഇന്ന് ആന്ധ്ര മലയാളി അസോസിയേഷൻ്റെ ആൾക്കാർ. പക്ഷെ അതൊന്നും നടന്നില്ല. അതിന് മുന്നേ SPB മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാരെ വിളിച്ചു. മധുപാൽ സാറൊക്കെ വിളിച്ചായിരുന്നു. ഇങ്ങനെ അഭിനന്ദനങ്ങൾ പറഞ്ഞു, പാട്ടുകളൊക്കെ കേട്ടിട്ട് പറഞ്ഞു നല്ല ഇതായിട്ടുണ്ട്, എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രോത്സാഹനമാണ് തന്നിട്ടുള്ളത്. എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് ചെയ്യുന്നത്.
ഇവിടന്നു പോണവരെ അവിടെ മനുഷ്യരുണ്ടോ അവിടെ മതങ്ങളുണ്ടോ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.